വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള വിത്ത് സ്മൈൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമുക്ക് ടിക്ടോക്ക് പോയി. ഇനിയിപ്പോൾ ടിക്ടോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി വരുമോയെന്ന് അറിയില്ല. അതായത് ടിക്ടോക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ടിക്ടോക്കുകളെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ വേറെ കേസ്. ടിക്ടോക്ക് പോയി ആ വഴിക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഞാനന്ന് നിങ്ങൾക്ക് പുതിയൊരു ആപ്പ് പരിചയപ്പെടുത്താനാണ് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടായിരിക്കും ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ ആയതൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 വർഷം 2 ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ റൊപ്പോസോ പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൻ്റെ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ടിക്ടോക്കിൽ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതിൽ കൊളാബറേഷൻ വഴിയാണ്, അല്ല വെച്ചെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ വഴിയാണ് നമുക്ക് ക്യാഷൊക്കെ, അല്ലെങ്കിൽ ലൈവ് പോയിട്ടാണ് ക്യാഷ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഇത് നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എത്ര രൂപ ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 60,000-65,000 ഇപ്പോൾ 70,000 രൂപയുടെ അടുത്ത് ഞാനത് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, അതിൽ കോൺടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ലൈക്കിന്, അവർ തരുന്ന ഗിഫ്റ്റിന്, ഇതിനൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ട്. ഈ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് PayTM ആയിട്ടാണ് വരുന്നത്, PayTM എമൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഞാനത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിസ്സാരം ഇപ്പോൾ 5,000 ആണെങ്കിൽ 150 റുപ്പീസ് അങ്ങനെയൊക്കെ പോകുള്ളൂ നമുക്ക് ചാർജ്. അപ്പോൾ നമുക്ക് ക്യാഷ് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കോൺടെസ്റ്റ് വരുമ്പോൾ കോൺടെസ്റ്റ് പങ്കെടുത്ത് കഴിഞ്ഞാൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്ര നല്ലൊരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ ടിക്ടോക്കിലോട്ട് പോയി എന്നൊക്കെ പറയുന്നത്. അന്ന് ഞാനിതുപോലെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു ആൽവി എന്ന് പറഞ്ഞിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ലേഡിയാണ് എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഞാൻ ആൽവിക്ക് പറയുകയാണ്. ഞാൻ അത്രത്തോളം ക്യാഷ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലോട്ടുള്ളൊരു TV വാങ്ങിച്ച് ഞാൻ ആ ക്യാഷ് വെച്ചിട്ടാണ്, ചുമ്മാ തള്ളി പറയുമൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് ലൈഫ് പ്രൂഫ് കാണിച്ചു തരാം, അല്ലാതെ ഞാൻ PayTM എത്രയാണ് ക്യാഷ് ആയിരുന്നു പിൻവലിച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ടൈം പാസിനൊക്കെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്ന വീഡിയോയിലൂടെ നമുക്ക് ഏണിങ് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ നമുക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ബാക്കിയുള്ളൊരു വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ആരും അത് വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ടിക്ടോക്കുള്ള സമയത്ത് തന്നെ ഞാൻ റൊപ്പോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരും വലിയ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ മെജോറിറ്റി ടിക്ടോക്കിൽ എല്ലാവരും ഇപ്പോൾ റൊപ്പോസ് ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് റൊപ്പോസോ കറക്റ്റ് ഇപ്പോൾ ടിക്ടോക്കിൻ്റെ അതേ ആ ഒരു സ്ട്രക്ചർ സംതിങ് അതിലെല്ലാം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫീഡാണെങ്കിലും വീഡിയോ ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും എല്ലാം സ്ലോ മോഷൻ, ഫാസ്റ്റ് മോഡ് എല്ലാം അതിലുണ്ട്. ശരിക്കും ടിക്ടോക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ഞാനിതിൽ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നല്ല പറയുന്നത്, റൊപ്പോസോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പക്ക ഇന്ത്യൻ ആപ്ലിക്കേഷനാണ് റൊപ്പോസോ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഇതിലെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അനുസരിച്ച്, ലൈക്ക്, വ്യൂസ്, അതേപോലെ തന്നെ അതിൽ നമുക്ക് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ നമുക്ക് കാണുക വെച്ചാൽ നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സ് ചിലപ്പോൾ നമുക്ക് ടെഡി ബിയർ ഉണ്ടായിരിക്കും, ഫ്ലവർ ഉണ്ടായിരിക്കും, സ്റ്റാർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഓരോ കോയിൻസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 10,000 കോയിൻസാണ് 10 രൂപ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ 10,000 കോയിൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയായിട്ട് പിൻവലിക്കാൻ പറ്റും. പിന്നെ അതിൽ വെരിഫിക്കേഷൻ കിട്ടും നമുക്ക്. റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് നമുക്ക് ഒരു നോർമൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു വെരിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എനിക്ക് ആ വെരിഫിക്കേഷൻ ഓൾറെഡി ഒരു 35 ഫോളോവേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ആ വെരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അന്നൊക്കെ 100 റുപ്പീസാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഡ്രാമ ബേസ്, അതായത് ഇപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു വെരിഫിക്കേഷനാണ് റൈസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെരിഫിക്കേഷൻ. അതിപ്പോൾ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ആ വെരിഫിക്കേഷൻ നമുക്ക് കിട്ടും. പിന്നെ കിട്ടുന്ന ഒരു വെരിഫിക്കേഷൻ, സെക്കൻഡ് വെരിഫിക്കേഷനാണ് ഇപ്പോൾ ഡ്രാമ ബേസ്. അതായത് നമ്മൾ ആക്ടിംഗ് ആണ് കൂടുതൽ നോക്കുന്നത് വെച്ചെങ്കിൽ ഡ്രാമ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ടാഗ് നമുക്ക് കിട്ടും. ഈവൻ നമ്മളൊരു സിംഗറാണ് വെച്ചെങ്കിൽ സിംഗർ, ഡാൻസർ ആണെങ്കിൽ ഡാൻസർ, അതുപോലത്തെ വെരിഫിക്കേഷനാണ് സെക്കൻഡ് ലെവൽ കിട്ടുന്നത്. ദെൻ ഫൈനലി നമുക്ക് ബ്ലൂടിക്കാണ് വരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലൂടിക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ അതിലധികം മലയാളി അഡ്മിൻസ് ഒന്നും ആരും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വെരിഫൈഡ് അക്കൗണ്ടിൽ മാത്രം മെയിൽ അയച്ചിട്ടൊക്കെയാണ് ഞാൻ അവരായിട്ടുള്ളൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഇടാം. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തം ആപ്ലിക്കേഷനാണ് റൊപ്പോസോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ
തന്നെ ഇതിൽ കോൺടെസ്റ്റ് വരും. അതായത് ഇപ്പോൾ ചിലപ്പോൾ HBD സൂര്യ, അതായത് സൂര്യയുടെ ബർത്ത്ഡേ വരും, വിജയുടെ ബർത്ത്ഡേ വരും. അപ്പോൾ അതിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, കന്നഡ, തെലുങ്ക്. അപ്പോൾ അവരുടെ കുറേ കോൺടെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ, അതായത് സെലിബ്രിറ്റീസിൻ്റെ ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ ഓണം വരുന്നുണ്ടെങ്കിൽ, വിഷു വരുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് ഓരോ കോൺടെസ്റ്റ്. ഇപ്പോൾ ടിക്ടോക്കിൽ അതുപോലത്തെ കോൺടെസ്റ്റ് ഒക്കെ വന്നായിരുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺടെസ്റ്റ് വരും. ആ കോൺടെസ്റ്റിൽ നമ്മൾ മാക്സിമം പങ്കെടുക്കുക. അപ്പോൾ അതിലൊരു #ടാഗ്സ് ഉണ്ടായിരിക്കും. #ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവരതൊന്ന് സെലക്ട് ചെയ്തിട്ട്, ഞാൻ കൂടുതലും കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടാണ് ക്യാഷ് ഏൺ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എന്തായിരുന്നു, അതേപോലെ ക്രാഫ്റ്റിൻ്റെ കോൺടെസ്റ്റൊക്കെ വരാറുണ്ട്. ഇതുപോലെ ഒന്നുമില്ല, നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ആക്ടിങ് മാത്രമല്ല ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വെച്ചെങ്കിൽ അതിലൊക്കെ ആ കോൺടെസ്റ്റിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതുപോലെ സൂര്യയുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു സൂര്യയുടെ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട്, അതിൽ 5-6 പേരെ എനിക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് വേറെ കേസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാഷ്. അപ്പോൾ ചിലപ്പോൾ 5000 വർത്തായിരിക്കും ചിലപ്പോൾ കോയിൻസ് നമുക്ക് കിട്ടുന്നത് ഈ കോൺടെസ്റ്റൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞ് വെച്ചെങ്കിൽ. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ എന്താ, പിന്നെ ലൈക്ക്, അവർ ചേരുന്ന ലൈക്ക് അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ വ്യൂസിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ട്, അങ്ങനെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ Paytm എമൗണ്ട് ആയിട്ടാണ് ക്യാഷ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും കേട്ടോ. പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റത്തെ നമുക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൊപ്പോസോ ക്യാമറ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു 5-6 വീഡിയോസ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വെരിഫിക്കേഷൻ അല്ല വെച്ചാൽ റൈസിംഗ് സ്റ്റാർ എന്ന ടാഗ് കിട്ടി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പിന്നെ വാട്ടർമാർക്ക് ഇല്ലാതെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഇല്ലാതെ പോർട്രേറ്റ് രീതിയിൽ, അതായത് നമ്മൾ ടിക്ടോക്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള വീഡിയോസ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ലിപ്സിംഗ് ഉണ്ട്, അതേപോലെ നമുക്ക് ഓൺ വോയിസ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട് അതിൽ. എന്താ പറയുക, സോഫ്റ്റ്ഫുൾ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, ബീറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണെങ്കിൽ ബീറ്റ് ചാനൽ നമ്മൾ ഫീച്ചർ ചെയ്യും. പിന്നെന്താ, നമ്മൾ മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൺ വോയിസ് എന്തെങ്കിലും ആക്കണമെങ്കിൽ സോഫ്റ്റ്ഫുൾ കോഡ്സ് എന്ന് പറയുന്ന ചാനലിൽ നമുക്ക് ഫീച്ചർ ചെയ്യും. ഇങ്ങനെ കുറേ ചാനൽസൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏത് രീതിയിലുള്ള ടാലൻ്റ് ആണെങ്കിലും, കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ടിക്ടോക്കിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്ത് തരുന്നത് അതേപോലെ തന്നെ ഇതിൽ ചെയ്യാം. ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാം. വ്യൂസ് കൗണ്ട് അനുസരിച്ച് നമുക്ക് കോയിൻസ് കൂടിക്കൊണ്ടിരിക്കും. 10,000 കോയിൻസ് ആണ് 10 രൂപ എന്ന് പറഞ്ഞു തരുന്നത്. 10,000 കോയിൻസ് പറയുമ്പോൾ 10,000 കോയിൻസ് ഒക്കെ കിട്ടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ സിമ്പിളായിട്ട് കിട്ടും. കാരണം വിത്തിൻ 1 ഡേയുടെ ഉള്ളിൽ തന്നെ ആസ് ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരാൾക്ക് തന്നെ വിത്തിൻ 1 ഡേയുടെ ഉള്ളിൽ 1K ഒക്കെ വ്യൂ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വ്യൂസൊക്കെ കിട്ടും. പിന്നെ ഫസ്റ്റ് വരുന്ന ആൾക്കാരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും നമുക്ക് ആ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഫോർ യു ഫീഡ്, ഫോളോ ഫീഡ് അതൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതേപോലെ കുറേ ഫീഡ് ഉണ്ട്. അതിൽ നമ്മളെ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബീറ്റ് ചാനൽ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സിംഗേഴ്സ് അല്ലെങ്കിൽ ലിപ്സിംഗ്, പാട്ടിന് ലിപ്സിംഗ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും ബീറ്റ് ചാനൽ വരിക. ഇപ്പോൾ നമ്മുടെ ടിക്ടോക്കിൽ ഫോർ യു ഫോളോയിങ് മാത്രമാണെങ്കിൽ അതിൽ ബീറ്റ്സ് വരുന്നുണ്ട്, സോഫ്റ്റ്ഫുൾ കോഡ്സ് വരുന്നുണ്ട്, പിന്നെന്താ ഡ്രാമ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൊപ്പോസോ ക്യാമറ ചാനൽ, അങ്ങനെ ഒരുപാട് ചാനൽസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്കാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കുറേ ചാനൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്കിങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സോങ്സ് ആണെങ്കിലും നമുക്ക് വേറൊരാൾ യൂസ് ചെയ്ത സോങ്സ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കിൽ പോയിട്ട് അടച്ചാൽ നമുക്ക് ആ സോങ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ മെമ്മറി ഉള്ള ഫോണാണെങ്കിൽ സോങ്സ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് വീഡിയോ ലോങ് ആക്കി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത് അറിയില്ല വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വെച്ചെങ്കിൽ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് റൊപ്പോസോൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റൊപ്പോസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ലിങ്ക് എന്തായാലും താഴെ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ റൊപ്പോസൊക്കെ കുറേ കാണുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നല്ല ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്പാണ്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ.